സോറി കുറച്ച് ലേറ്റ് ആയി പോയി. ഇത് കൂടി ഭയങ്കര ഷോപ്പിംഗ് ആണല്ലോ. നിന്റെ ആ പഴയ പിശുക്കൊക്കെ അങ്ങ് മാറിയോ? പിടിച്ചോ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഓക്കെ? ഇത്രയും വില കുറവോ? ഓട്സിന് ഇത്രേ ഉള്ളൂ, ഇതിനൊക്കെ ഇത്രേ ഉള്ളൂ, ഷാംപൂന് ഇത്രേ ഉള്ളൂ, കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ഭരണകക്ഷി കൗൺസിലർമാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് കുറച്ചതിനെതിരെ നടത്തിയ പ്രതിഷേധ സമരം രാഷ്ട്രീയ മുതലെടുപ്പെന്ന് വടക്കാഞ്ചേരി നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് SAA ആസാദ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരളത്തിൽ ആകമാനമുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് കുറച്ചതിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ മാത്രം പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണെന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ലഭിക്കാനുള്ള മൂന്നാം ഘട്ട ഫണ്ട് പോലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും SAA ആസാദ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി വടക്കാഞ്ചേരി നഗരസഭയിൽ വികസന മുരടിപ്പും അഴിമതിയുമാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട 5 വകുപ്പുകളിൽ ഉദ്യോഗസ്ഥരില്ലാത്ത അവസ്ഥയാണ്. ഇത്തരത്തിൽ മൊത്തം വടക്കാഞ്ചേരി നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാലിന്യ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ റോഡുകൾക്ക് വേണ്ടി പട്ടികജാതി വികസന കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഉന്നതി കേന്ദ്രങ്ങളിൽ നടത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾക്കൊന്നും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ നേരിട്ട് കിട്ടുന്ന സാമ്പത്തിക പോലും പ്രതിപക്ഷ കൗൺസിലർമാർക്ക് നൽകാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഗവൺമെന്റിനെതിരെ പ്രതിഷേധം നടത്തി ഗവൺമെന്റിനെതിരെ സമരം നടത്താൻ. കാരണം MLA ആണല്ലോ ഉദ്ഘാടനം ചെയ്ത്. MLAക്ക് അറിയാലോ, അസംബ്ലിയിൽ കേരളത്തിലെ കാര്യങ്ങളെ കുറിച്ച് അറിയാലോ. എന്തുകൊണ്ടോ ശ്രദ്ധിക്കാതെ വടക്കാഞ്ചേരി നഗരസഭയിൽ കേരളത്തിലെ 1000 ജില്ലാനും തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ വടക്കാഞ്ചേരി നഗരസഭയിൽ മാത്രം ഒരു പെട്ടെന്നുണ്ടായ സമരം നടത്തി രക്ഷപ്പെടാമെന്ന് ആ വ്യാമോഹം വേണ്ട എന്നാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിനോട് പറയാനുള്ളത്. ഇതിന് പ്രതിഷേധ സൂചകമായി പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക.